വെനസ്വേലയിൽ വൻ ഭൂകമ്പം, ആയിരങ്ങൾ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. 1 മിനിറ്റിനുള്ളിൽ 7.5, 7.1 തീവ്രതയുള്ള ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. തലസ്ഥാനമായ കാരക്കാസിന് പടിഞ്ഞാറാണ് ശക്തമായ ഭൂചലനം. ഇന്നലെ വൈകിട്ടാണ് വെനസ്വേലയെ നടുക്കി തുടർച്ചയായ ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. ആദ്യ ഭൂചലനം 7.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയതെന്നും പ്രഭവ കേന്ദ്രം കാരക്കാസിന് ഏകദേശം 168 കിലോമീറ്റർ പടിഞ്ഞാറ് കരീബിയൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മൊറോൺ എന്ന പ്രദേശത്തിന് പടിഞ്ഞാറാണെന്നും US ജിയോളജിക്കൽ സർവേ കണ്ടെത്തി. തൊട്ടു പിന്നാലെ 1 മിനിറ്റിനുള്ളിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂചലനവും ഉണ്ടായി. പ്രകമ്പനം 10 കിലോമീറ്റർ ആയിരുന്നു. പ്രഭവ കേന്ദ്രം മൊറോണിൽ നിന്ന് 16 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത്. ഭൂചലനത്തിന് പിന്നാലെ വെനസ്വേല, അരൂബ, ബോണയർ, കുറഗാവോ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭത്തിനും സുനാമി തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു. 10,000-നും 1,00,000-നും ഇടയിൽ ആളുകൾ മരിച്ചതായാണ് വിവരം. ഭൂചലനത്തെ തുടർന്ന് കാരക്കാസിലെ പ്രമുഖ ജനവാസ മേഖലകളായ അൽത്താമിറ, കാരിക്വാവോ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബഹുനില കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. പല കെട്ടിടങ്ങളുടെയും ചുവരുകൾ ഇടിഞ്ഞു വീഴുകയും തകരുകയും ചെയ്തു. ജനങ്ങൾ പരിഭ്രാന്തരായ തെരുവുകളിലേക്ക് ഓടിയിറങ്ങി. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധവും മൊബൈൽ നെറ്റ്വർക്കുകളും പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു. തുടർ ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.